വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് ഈ ട്യൂഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചു പോകണം. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതായത് ഒരു ട്യൂഷൻ ക്ലാസ്സായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ് പോലെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർ ആദ്യം മുതൽ തന്നെ സീരിയലായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് ഈ ട്യൂഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നതനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിലേക്ക് കിടക്കുകയാണ്. ഇലക്ട്രിക് ഫ്ലക്സ് പഠിക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു ലേൺ എ ന്യൂ ടേം കോൾഡ് ഏരിയ. ഏരിയ നിങ്ങൾക്കറിയാം, ഏതൊരു വസ്തുവിൻ്റെ ഏരിയയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ബട്ട് യു ഹാവ് ടു ലേൺ എ ന്യൂ ടേം കോൾഡ് ഏരിയ വെക്റ്റർ. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഏരിയ ഒന്നും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. ഫോർ എക്സാമ്പിൾ, ഈ പുസ്തകത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. അതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്താണ്. അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. പക്ഷേ ഏരിയ വിൽ ബിക്കം എ വെക്റ്റർ ഇൻ സർട്ടൺ കേസസ്. എന്താണെന്ന് ഞാൻ പറയാം. സപ്പോസ് നിങ്ങൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ നാട്ടിലൂടെ ഒരു ചെറിയ തോട് ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ തോട്ടിലൂടെ ഇമാജിൻ ദാറ്റ് ഇതാണ് ആ തോടെന്ന് വിചാരിക്കുക. അതിനകത്ത് കുറേ മീൻ കുഞ്ഞുങ്ങൾ, ചെറിയ ഫിഷസ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടെന്ന്, നീന്തി പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ദീസ് ആർ ഓൾ ഫിഷസ്. നിങ്ങൾ ഈ മീനിനെ ഒന്ന് പിടിക്കാനായിട്ട് നിങ്ങളൊരു വല കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ വലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വല ഒരു റെക്റ്റാങ്കുലർ വലയാണ്. ഇതിങ്ങനെ അതിൻ്റെ ഫേസ് ഇതിൻ്റെ പുറകിലേക്കാണ് നെറ്റ് കെട്ടിയേക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ പുറകിലേക്ക് നെറ്റ് കെട്ടിയേക്കുന്നത്. അങ്ങനെ ഒരു വലയാണ് പിടിക്കുന്നത്. ആൻഡ് യു ആർ ഹാവിങ് എ ഹാൻഡിൽ ഓൾസോ. അങ്ങനെ ഒന്ന് വിചാരിക്കുക. ഇതിങ്ങനെ പിടിക്കുന്ന ഒരു ഹാൻഡിലുള്ള ഒരു നെറ്റ്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലകളായിരിക്കും. പുറകിലിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള വല. ആ വല കൊണ്ട് നിങ്ങൾ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ വരുന്ന മീനെ നിങ്ങൾ ആ വല ഉപയോഗിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കുക. ദിസ് ഈസ് ദ ഫിഷ് നെറ്റ്. ഇതാണ് വല. ഇത് ഇങ്ങനെ വരച്ചേക്കുന്ന നെറ്റെല്ലാം കൂടി കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ആ നെറ്റിനകത്തൂടി വാട്ട് വിൽ ഹാപ്പൻ? ഈ വലയ്ക്കകത്ത് വന്ന് മീൻ കുടുങ്ങും. കാരണം വല നമ്മളിങ്ങനെ വട്ടം പിടിച്ചേക്കണേ, മീൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ വല കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിച്ചേക്കുകയാണ്. സോ വലയ്ക്കകത്തോട്ട് മീൻ കയറും അല്ലേ. ഇനി വലയ്ക്കകത്ത് കയറുന്ന ഇതിൻ്റെ ഏരിയ എ ആണെന്നിരിക്കട്ടെ. എൻ്റെ വലയുടെ ഓപ്പണിങ്ങിൻ്റെ ഏരിയ എ ആണെന്നിരിക്കട്ടെ. ഒരു സ്ക്വയർ മീറ്ററിലൂടെ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ, സ്ക്വയർ മീറ്റർ, സ്ക്വയർ സെൻറ്റിമീറ്റർ, വാട്ട് ഈസ് ഇറ്റ്, നമ്മളിപ്പോൾ സ്ക്വയർ മീറ്റർ എടുക്കണം. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിലൂടെ 10 മീൻ കയറുമെന്നിരിക്കട്ടെ. ഇങ്ങനെ വെച്ചാൽ മീനെല്ലാം ഒരേ റോയിൽ ഒരേപോലെ യൂണിഫോമായിട്ടാണ് വരിക എന്ന് വിചാരിക്കുക. അല്ല, പലയിടത്തല്ല, യൂണിഫോമായിട്ടാണ് ആ മീൻ വരുന്നത്. അപ്പോൾ ഒരു ഏരിയയിലൂടെ ഈ വലയുടെ ഈ ഒരു ഏരിയയിലൂടെ 10 മീൻ കയറുമെന്നിരിക്കട്ടെ. ഇതിൻ്റെ മൊത്തം ഏരിയ 10 സ്ക്വയർ മീറ്റർ ആണെന്നിരിക്കട്ടെ. 1 മീറ്റർ സ്ക്വയറിലൂടെ 10 എണ്ണം കയറും. അപ്പോൾ ഒരു 10 മീറ്റർ സ്ക്വയറിലൂടെ, സോ നമ്പർ ഓഫ് ഫിഷസ് entering the net will be equal to യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന 10 ഫിഷസ് ആണ് ഇൻറ്റു വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ നെറ്റ്. ടോട്ടൽ ഏരിയ ഓഫ് ദ നെറ്റ് ഈസ് 10 meter square. So 10 into 10 is equal to 100 fishes. This 100 fishes ആണ് ഞാൻ ഫിഷുകളുടെ ഫ്ലക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫ്ലക്സ്, ഫിഷ് ഫ്ലക്സ് ഐ ഹാവ് കോട്ട് യൂസിങ് ദിസ് നെറ്റ്. ഞാൻ പിടിച്ച ഫിഷിൻ്റെ ഫ്ലക്സ്, അല്ലെങ്കിൽ ഞാൻ വെച്ച വലയിൽ കടന്നുപോയ ഫിഷുകളുടെ എണ്ണം ഓർ ഫ്ലക്സ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് 100 fishes. ഓക്കെ. ഈ വല ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഫിഷ് പോകുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോഴാണ് ഞാൻ അതിന് പെർപെൻഡിക്കുലറായിട്ട് വലയുടെ ഇത് വെച്ച് കൊടുത്തത്.
ഇപ്പോൾ ഫിഷ് കയറി, അത്രയും തന്നെ ഫിഷ് കയറി ഇത് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് പോയായിരുന്നു, അല്ലെങ്കിൽ തെക്കുന്ന് വടക്കോട്ട് പോയാലും ഈ രീതിയിൽ ഫിഷ് വന്നു കഴിഞ്ഞാൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷസ് വി ആർ കാച്ചിങ് ഈസ് 100. അതായത് ഈ പിടിച്ച 100 ഫിഷസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഫിഷ് കിഴക്കുന്ന് വന്നോ പടിഞ്ഞാറുന്ന് വന്നോ, കിഴക്കുന്ന് പടിഞ്ഞാറോട്ടാണോ പോയത് വടക്ക് നിന്ന് തെക്കോട്ടാണോ പോയതെന്നുള്ള ചോദ്യത്തിന് ദർ ഈസ് നോ മീനിങ്. ദാറ്റ് ഈസ് ദറ്റ് ഫ്ലക്സ് ഓഫ് ദ ഫിഷ് ഫ്ലക്സ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എത്ര ഫിഷ് വലയിൽ കുടുക്കി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ ഏരിയ എങ്ങനെയാണ് വെക്ടറാകുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ ഫിഷിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫിഷസ് പാസ്ഡ് ത്രൂ ദ നെറ്റ്, ഈ നെറ്റിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത നമ്പർ ഓഫ് ഫിഷസ് ഈസ് 100. അത് തെക്കുന്ന് വന്നാലും വടക്കുന്ന് വന്നാലും എങ്ങനെയാണേലും അത് കയറി പോണത് കറക്റ്റായിരിക്കും. ഫിഷിൻ്റെ ഡയറക്ഷനുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ പറയാം ഹൗ ദ ഏരിയ വിൽ ബിക്കം എ വെക്ടർ എന്ന്. നിങ്ങൾ ഈ നെറ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ 100 ഫിഷ് കയറി, നിങ്ങൾ ഇങ്ങനെ നെറ്റ് പിടിച്ചിരുന്നാലോ, മീൻ ഇങ്ങനെ പോകുന്നു, നിങ്ങൾ നെറ്റ് മുകളിലായിട്ട് പിടിക്കുന്നു. അതായത് ഈ രീതിയിൽ നെറ്റ് പിടിച്ചാൽ സപ്പോസ് യു ആർ ഹോൾഡിംഗ് ദ നെറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ നെറ്റ് പിടിച്ചാൽ മീൻ വല്ലതും കയറുമോ? ഇല്ല. കാരണം മീൻ പോകുന്ന യൂണിഫോമായിട്ട് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാൻ കൊണ്ട് വല ഇങ്ങനെ വട്ടം വെച്ചാൽ മാത്രമേ മീൻ കയറുള്ളൂ. അല്ല മല ഇങ്ങനെ നേരെ മേളിലോട്ട് പിടിച്ചാലോ മീനല്ല അതിൻ്റെ സൈഡിൽ കൂടി മേളിലൂടെ അങ്ങോട്ട് പോകും, അല്ല താഴെ കൂടി അങ്ങ് പോകും. ഒരൊറ്റ മീൻ പോലും ഇതിനകത്ത് കയറിയാലെന്നർത്ഥം. സോ ദ നമ്പർ ഓഫ് ഇഫ് യു ആർ ഹോൾഡിങ് ലൈക്ക് ദിസ്, നിങ്ങൾ രണ്ടിടത്തും വലയാണ് പിടിക്കുന്നത്, ഒരേ ഏരിയയിലുള്ള വല, പക്ഷേ നിങ്ങളുടെ മീൻ കയറുന്നത് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ബിക്കോസ് ഓഫ് ദ പൊസിഷൻ ഓഫ് ദ നെറ്റ് ഓർ ഓപ്പണിംഗ് ഓഫ് ദ നെറ്റ്. അതായത് ഈ ഏരിയയുടെ പൊസിഷൻ അനുസരിച്ചിരിക്കും അതിൻ്റെ മീൻ കയറുന്നതിൻ്റെ അളവ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ഏരിയ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക, മീൻ പോകുന്ന ഡയറക്ഷൻ ഇത് തന്നെ. അങ്ങനെയാണെങ്കിൽ മാക്സിമം മീൻ കയറും. ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഇങ്ങനെ. ദിസ് ഈസ് ദ ഏരിയ വെക്ടർ. ഡയറക്ഷൻ ഓഫ് ഫിഷ് ഈസ് ദിസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മാക്സിമം ഫിഷ്. ഇഫ് ഏരിയ ഓഫ് വെക്ടർ ഇതാണ്, ഇങ്ങനെയാണ്, ഇതാണ് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫിഷിൻ്റെ ഡയറക്ഷൻ ഇതും. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഫിഷ് യു വിൽ ഗെറ്റ്? യു വിൽ ഗെറ്റ് 0 ഫിഷ്. എന്താ കാര്യം? ഏരിയ, നെറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്ന, അല്ലെ നെറ്റിൻ്റെ മൗത്ത് എന്ന് പറയുന്ന, അല്ലെ ആ ഏരിയ നിങ്ങൾ പിടിച്ചേക്കുന്നത് ഡയറക്ഷൻ മാറിയാണ്. ഡയറക്ഷൻ വേറെ ഡയറക്ഷനിൽ പിടിച്ചാൽ കിട്ടില്ല എന്നർത്ഥം. സോ ഏരിയയ്ക്ക് അപ്പോൾ ഡയറക്ഷൻ ഉണ്ട്. നിങ്ങൾ ഒരു നെറ്റും കൊടുത്തിട്ട്, ഞാൻ 10 മീറ്റർ സ്ക്വയറിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ 1 മീറ്റർ സ്ക്വയറിൽ കൂടി 10 മീൻ കയറും എന്നും പറഞ്ഞ് നിങ്ങളൊരു കുട്ടിയെ പറഞ്ഞു വിടുകയാണ്, വലയും വാങ്ങിച്ചിട്ട് കുറച്ച് മീനെ പിടിച്ചുകൊണ്ട് വരാൻ. ആ കുട്ടിക്ക് മീൻ കിട്ടുമെന്ന് ഉറപ്പില്ല. കാര്യം എന്താ? നിങ്ങൾ ആ കുട്ടി എങ്ങനെയാണ് നെറ്റ് വെക്കണമെന്നുള്ളതനുസരിച്ച്. അപ്പോൾ നെറ്റിൻ്റെ ഡയറക്ഷൻ, ഒരു ഏരിയയുടെ ഡയറക്ഷൻ, നെറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഏരിയയുടെ ഡയറക്ഷൻ ഈസ് എ ഫാക്ടർ. ഇൻ സച്ച് കേസസ് ദ ഏരിയ വിൽ ബിക്കം എ വെക്ടർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെങ്കിലും കയറുന്ന. അതായത് ഫിസിക്സിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് വെറുതെ ഏരിയ ഈസ് നോട്ട് എ വെക്ടർ ക്വാണ്ടിറ്റി. But if you are counting something that is entering through that area, then that area will become a vector quantity. നമ്മൾ ആ ഏരിയക്കകത്തുകൂടി എന്തെങ്കിലും കടന്നു പോകുന്നതിൻ്റെ എണ്ണം എടുക്കാമെന്ന് എടുത്ത് ഏരിയ വെക്ടറായിട്ട് മാറും. സോ ദാറ്റ് ഈസ് കോൾഡ് ഏരിയ വെക്ടർ. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്പർ ഓഫ് ഫിഷസ്, ആ ഫസ്റ്റ് കേസിൽ 100 എണ്ണം കിട്ടി. ഏത്? ഫിഷ് നെറ്റിൻ്റെ ഏരിയ വെക്ടർ, നെറ്റിൻ്റെ ഏരിയ വെക്ടർ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫിഷ്. Angle between net of the area vector
ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫിഷ്. അത് രണ്ടും സീറോ, അത് രണ്ടും തമ്മിൽ സീറോ ആയിരുന്നപ്പോൾ നെറ്റ് ഇങ്ങനെ വെച്ചിരുന്നപ്പോൾ, നെറ്റ് ഇങ്ങനെ വെച്ച ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഇതാണ് ഫിഷിൻ്റെ ഡയറക്ഷൻ. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ സീറോ ആയിരുന്നപ്പോൾ യു ഗോട്ട് മാക്സിമം ഫിഷ്. വെൻ ഇറ്റ് ഈസ് 90 യു ഗെറ്റ് മിനിമം ഫിഷ് ഓർ സീറോ ഫിഷ്. ഇതാണ് ഏരിയ വെക്ടർ. നെറ്റ് ഇങ്ങനെയാണ് പിടിച്ചേക്കണം നിങ്ങൾ. സോ യു ഗോട്ട് ദ മിനിമം ഫിഷ്. അപ്പോൾ എത്ര ഫിഷ് കയറി എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? 10x10 എന്ന് എഴുതി. 10 ഏരിയ ഇൻറ്റു 10 ഫിഷ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്ക് 100 കിട്ടി. അങ്ങനെ പറഞ്ഞാൽ പോരാ. കാര്യം എന്ന് വെച്ചാൽ ഏരിയ ഒരു വെക്ടറാണ്. അപ്പോൾ നമ്മൾ വെക്ടോറിക്കലായിട്ട് പറയണം. മീനിൻ്റെ ഡയറക്ഷനും ആ സമയത്തൊരു വെക്ടറാണ്. അതുകൊണ്ട് നമുക്ക് വെക്ടോറിക്കലായിട്ട് പറയണം. അപ്പോൾ ഫിഷ് ക്യാച്ച് ചെയ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ the total fish catch phi is equal to number of fishes entering per unit area dot അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് ഡോട്ട് ഏരിയ വെക്ടർ. അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ദാറ്റ് വാട്ട് ഈസ് എഫ് ഡോട്ട് എ? എഫ് ഡോട്ട് എ ഈസ് എഫ് എ കോസ് തീറ്റ. ഫിഷിൻ്റെ എണ്ണം 10, ഏരിയ 10. ഈ കേസിൽ നേരെ പിടിപ്പിച്ചുള്ള കേസിൽ 10x10 തീറ്റ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് പറ്റും? കോസ് 0 ഈസ് 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. നേരത്തെ കിട്ടി തന്നെ കിട്ടി. ഇനി നെറ്റ് തിരിച്ചു പിടിച്ചാലോ? നെറ്റ് തിരിച്ചു പിടിച്ചാൽ എഫ് ഡോട്ട് എ വിൽ ബി ഈക്വൽ ടു എഫ് എ ഇൻറ്റു കോസ് 90 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഫിഷ് കയറാതിരുന്നത്. ഇതേപോലെ തന്നെയാണ്, ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളുക. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു electric field lines. Electric field lines, imaginary lines that is originating from a positive charge and going to a നെഗറ്റീവ് ചാർജ്. അപ്പോൾ അത് ഇങ്ങനെ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ ഇമാജിൻ ചെയ്ത വരയാണ്. ആ വര ഈ ബുക്കിലൂടെ, സപ്പോസ് ദിസ് എ ബുക്ക്, ഈ ബുക്കിലൂടെ അത്തരം വര എത്ര കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ total number of electric field lines passing through an area. Flux is electric flux. Electric flux, it is denoted by the letter phi, and this is a scalar quantity. It is a scalar quantity. എന്താ കാര്യം? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷസ് 100ആണ്. അത് കിഴക്കുനിന്ന് വന്ന ഫിഷാണോ പടിഞ്ഞാറുനിന്ന് വന്ന ഫിഷാണോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മളുടെ ഏരിയയിൽ എത്ര ഫിഷ് കയറി എന്നുള്ളതാണ്. ഫിഷ് തിരിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മൾ വല നേരെ തിരിച്ച് പിടിച്ചേനെ. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫിഷസ് കോട്ട് എന്നാണ് ഏത് ഫിഷസിൻ്റെ ഫ്ലക്സ്. ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇപ്പോൾ അവിടെ കുറേ പോസിറ്റീവ് ചാർജ്, ഇവിടെ കുറേ നെഗറ്റീവ് ചാർജ്. സോ ദർ വിൽ ബി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഞാൻ എൻ്റെ കൈ ഒരു ഏരിയയാണ്, ആ കൈ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. വെക്കുമ്പോൾ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നു എന്ന് ഞാൻ എണ്ണിയെടുക്കുകയാണ്. ദാറ്റ് വിൽ ബി ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ മൈ ഹാൻഡ്. അത് എണ്ണം മാത്രമാണ്, എത്ര എണ്ണം. സോ ദാറ്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെന്നിരിക്കട്ടെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കൈവച്ചാലും അതേ എണ്ണം തന്നെ കിട്ടും. സോ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല. സോ ദാറ്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ റിമെമ്പർ ദാറ്റ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ scalar quantity. It is defined as the total number of electric field lines passing through an area. ഒരു ഏരിയയിലൂടെ എത്ര കാണുന്നത്. ഇപ്പോൾ ഇതിനകത്തുകൂടി ഞാനിങ്ങനെ ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ്, ഫീൽഡ് ലൈൻസ് പോവുകയാണ്. ഞാൻ ഈ ബുക്ക് പിടിക്കുകയാണ്. ഈ ബുക്കിനകത്തുകൂടി 100 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ എണ്ണിയാൽ ദ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 100 എന്ന് പറയും. ആൻഡ് വാട്ട് അബൌട്ട് ദ യൂണിറ്റ്? ഇതെങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക്?
that will be equal to E into area. What is E? Electric field density E. അതിന് വേറൊരു ഡെഫിനിഷനും കൂടി ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചപ്പോൾ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ യൂണിറ്റ് ഏരിയ. ഇതാണ് ഒരു യൂണിറ്റ് ഏരിയ എന്ന് വയ്ക്കുക. ആ യൂണിറ്റ് ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ. അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈൻസ് പാസിങ് ത്രൂ യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയയിലൂടെ ഈ ലൈൻസ് പോരും. അപ്പോൾ എ ഏരിയയിലൂടെയോ E ഇൻറ്റു എ, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5. അപ്പോൾ ഈ കേസിൽ ഞാൻ ഇങ്ങനെ ബുക്ക് പിടിക്കുകയാണെങ്കിൽ കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് ഫീൽഡിന് കറക്റ്റ് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഈ ഏരിയ പിടിക്കുകയാണ്. അപ്പോൾ ഏരിയയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഏരിയക്ക് പെർപെൻഡിക്കുലറാണ് ഏരിയയുടെ ഡയറക്ഷൻ. ഈ കേസിൽ ഏരിയ ഡയറക്ഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ഈസ് സെയിം. So number of electric field lines passing through this area or electric flux will be equal to E into A. അപ്പോൾ ഇലക്ട്രിക് 10 × 10 എന്ന് പറയുന്ന പോലെയാണ് 5 is equal to E into A. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. സപ്പോസ് ഇതാണ് ഞാൻ പിടിച്ചേക്കുന്ന ഏരിയ, ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് വരുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് 10 സ്ക്വയർ മീറ്റർ ആണെന്നിരിക്കട്ടെ. ഈ ബുക്ക് 10 സ്ക്വയർ മീറ്റർ. ഈ 10 സ്ക്വയർ മീറ്ററുള്ള ഈ ഏരിയ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ E ഇൻറ്റു A അത്രയും ലൈൻസ് കയറിപ്പോവും. ഞാനിതിനെ ഇങ്ങനെ ഒന്ന് ചരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കയറുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു പോകും. ഇങ്ങനെ വന്നാലോ 90 ആകും, നേരത്തെ ഫിഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതല്ല. ഞാൻ ഇങ്ങനെ പിടിക്കുകയാണെങ്കിലോ ലൈക്ക് ദിസ്, എങ്ങനെ കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടായി. കാരണം ഞാനിത് S പോലെ ഇങ്ങനെ തിരിച്ചു പിടിച്ചേക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ എടുത്താൽ അത് ഇതാണ്. ഇവിടുത്തെ ഏരിയയുടെ എടുത്താൽ അത് ഇതാണ്. ഇവിടുത്തെ ഏരിയയുടെ എടുത്താൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഏരിയ ആണെങ്കിൽ ഇവിടുത്തെ ഡയറക്ഷൻ എടുത്താൽ ഇത്, ഈ ഭാഗം എടുത്താലോ അത് താഴത്തേക്കായിരിക്കും. സപ്പോസ് ഐ ആം ഹോൾഡിങ് ദ ഏരിയ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഞാൻ ഏരിയ പിടിച്ചേക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടി പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് കാണാനായിട്ട് ബുദ്ധിമുട്ട് വരും. എന്താ കാര്യമെന്നറിയാം? ഇതിലൂടെ പോകുന്നത് ഒന്നൊന്ന് കൂട്ടാൻ പറ്റില്ല. എൻ്റെ വേറെ രീതിയിൽ വരയ്ക്കാം. ഇങ്ങനെയാണ് ഞാൻ ഏരിയ പിടിച്ചേക്കണം. അപ്പോൾ ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിനകത്ത് കൂടി പോകുന്നതിനെ ഒന്നൊന്നും എടുക്കാൻ പറ്റില്ല, ഒരു ലൈനിൽ നിന്ന് എണ്ണാൻ പറ്റില്ല. വെറുതെ ഇതിങ്ങനെ മൊത്തം നേരെ പിടിച്ചിരുന്നെങ്കിൽ എണ്ണുന്നത്ര അല്ല ഇതിനകത്ത് കൂടി കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലക്സിനൊരു വേറൊരു ചെറിയൊരു മാറ്റം എക്സ്പ്ലനേഷൻ വരേണ്ടി വരും. ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ ആൻ ഏരിയ. ഇതിന് നോർമലായിട്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. എത്ര എണ്ണം നോർമലായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. 90 ഡിഗ്രിയിൽ കിടക്കുന്നു, അതാണ് ഫ്ലക്സ്. അപ്പോൾ 60 ഡിഗ്രി കിടന്നാലോ? 60 ഡിഗ്രി കിടന്നാൽ അത് കടന്നു പോകുന്ന ഈ 60 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന ഏരിയ ഒരു വെക്ടറാണ്, ഈ കടന്നു പോകുന്നത് ഒരു വെക്ടറാണ്. സോ ദിസ് ഏരിയ വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻറ്റു 2. ഇതാണ് ഏരിയ വെക്ടർ. ഇങ്ങനെ കടന്നു പോയാൽ കുഴപ്പമില്ല, എനിക്ക് വെറുതെ എണ്ണി എടുത്താൽ മതി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എത്ര കടന്നു പോകുന്നു. ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര കടന്നു പോകുന്നു എന്നറിയാനായിട്ട് ഈ ഏരിയ വെക്ടറിനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. ഒന്ന് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ, ഒന്ന് പെർപെൻഡിക്കുലറായിട്ട്. ഇങ്ങനെയുള്ള ഇതിനെ എനിക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. ഇങ്ങനെ ഈ ഡയറക്ഷനിലും ഈ ഡയറക്ഷനിലുള്ള ഏരിയയിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും പോകില്ല. ഇങ്ങനെ കിടക്കുന്ന ഏരിയ വെക്ടറിലൂടെ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോവുള്ളൂ. സോ വാട്ട് വിൽ ബി ദ ഫോർമുല? ഇതാണ് ഏരിയ വെക്ടർ എങ്കിൽ ഇഫ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഇ, ഇതാണ് ഏരിയ. ദെൻ വാട്ട് വിൽ ബി ഫ്ലക്സ്? ഈ ഏരിയനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യും. രണ്ട് കളറിൽ വരച്ചാൽ സി
Suppose this is the direction of flux, electric field intensity E. You are holding the area, നിങ്ങളുടെ കൈപ്പാതോ എന്തെങ്കിലും ആവട്ടെ, ബുക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിങ്ങനെ ചരിച്ചാണ് വെക്കുന്നത്. സോ ഏരിയ ഈസ് ഓൾസോ എ വെക്റ്റർ. നേരത്തെ പറഞ്ഞല്ലോ, ഈസ് ഓൾസോ എ വെക്റ്റർ. ഇതിലൂടെ ഇതിനകത്തൂടെ കയറുന്ന ഫ്ലക്സ് കണക്ക് കിട്ടാൻ വെറുതെ നിങ്ങൾ എണ്ണ എടുത്താൽ പോരാ. നിങ്ങൾ അതിൻ്റെ ഈ ഏരിയ വെക്റ്ററിനെ നിങ്ങൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. ഒന്ന് ഈ ഡയറക്ഷനിൽ, ഏരിയയുടെ ഡയറക്ഷനാണ് പറയണത്, ഒന്ന് ഈ ഡയറക്ഷനിൽ, ഒന്ന് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇത് സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ഇത് എ കോസ് തീറ്റ ആയിരിക്കും, ഇത് എ സൈൻ തീറ്റ ആയിരിക്കും. സോ ഈ എ കോസ് തീറ്റയ്ക്കകത്ത് കൂടി മാത്രമേ കയറുള്ളൂ. അതായത് എ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ആംഗിൾ 0 ആയിട്ട് ഈ ഡയറക്ഷനിലുള്ള ഏരിയ തന്നെയാണ് എ കോസ് തീറ്റ. ഞാൻ ഏരിയ വെക്ടർ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റിസോൾവ് ഇൻടു ടു. വൺ ലൈക്ക് ദിസ് ഈസ് എ കോസ് തീറ്റ, അനദർ വൺ ലൈക്ക് ദിസ് എ സൈൻ തീറ്റ. എ സൈൻ തീറ്റയിലൂടെ ഒന്നും കടന്നു പോവില്ല. സോ എന്തായിരിക്കും കടന്നു പോകുന്നത്? ഇറ്റ് വിൽ പാസ് ഓൺലി ത്രൂ എ കോസ് തീറ്റ. സോ ദെൻ വാട്ട് വിൽ ബി ഫൈ വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു എ കോസ് തീറ്റ. എ കോസ് തീറ്റക്കകത്തൂടെ കടന്നു പോവുള്ളൂ, എ സൈൻ തീറ്റയിലൂടെ കടന്നു പോകുള്ളൂ. അപ്പോൾ 5 വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു എ കോസ് തീറ്റ. അപ്പോൾ ചരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കേണ്ട മാർഗ്ഗം ഇതാണ്. എന്തുമാത്രം ആംഗിൾ ഇത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്നു, ദെൻ ഇ ഇൻറ്റു എ കോസ് തീറ്റ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ, ഇതൊരു വെക്ടറാണ്, ഡോട്ട് എ. സോ ഫൈ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് എ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. നൗ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ. നൗ യു ആർ ഹോൾഡിങ് എ ഏരിയ ലൈക്ക് ദിസ്. ഞാനിത് 2 ഡയമെൻഷനിലാണ്, ഇങ്ങനെയാണ് ഏരിയ നിൽക്കുന്നത്, അകത്തോട്ടുണ്ടെന്ന് വിചാരിച്ചു. യു ആർ ഹോൾഡിങ് എ ഏരിയ ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഏരിയ പോട്ടെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ആ രീതിയിൽ മനസ്സിലാക്കുക ഏരിയ. അപ്പോൾ ഇതിലൂടെ ഉള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിങ്ങൾ ഓർത്ത് ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ ഇത്, ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ ഇത്, ഇവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ മാറിപ്പോയി, ഏരിയയുടെ ഡയറക്ഷൻ മാറിപ്പോയി. മനസ്സിലായോ? അല്ലെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കുക, എങ്ങനെ വേണേലും എടുക്കാം. ഇത് അങ്ങോട്ടാക്കിയാൽ ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഏരിയയുടെ ഡയറക്ഷൻ മാറിപ്പോയി. അപ്പോൾ നിങ്ങൾ എങ്ങനെ കാണും ഇതിനെ? നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ കോസ് തീറ്റ, ഒരു പ്ലെയിനായിട്ടുള്ളൊരു ഏരിയ ഇങ്ങനെ ചരിഞ്ഞിരുന്നാൽ കറക്റ്റ് ഇ ഇൻറ്റു എ കോസ് തീറ്റ എന്ന് എടുക്കാം. പക്ഷേ ഇതിങ്ങനെ വളഞ്ഞിരുന്നാലോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ യു ഹാവ് ടു ഡിവൈഡ് ദിസ് ഏരിയ ഇൻറ്റു സ്മോൾ ഏരിയാസ്. ഈ ഓരോ ഏരിയയുടെയും നിങ്ങളിങ്ങനെ കണ്ടുപിടിക്കണം. ഈ ഏരിയയൊക്കെ അളന്നിട്ട് അതിനകത്ത് കൂടിയുള്ള ഫ്ലക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ചെറിയ ഏരിയ ആകുമ്പോൾ അതിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് നോക്കിയാൽ, അപ്പോൾ ചെറിയ ഏരിയ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഏരിയയിലൂടെയും കടന്നു പോകുന്ന ഫ്ലക്സിൻ്റെ എണ്ണിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ഒരെണ്ണത്തിലൂടെ പോകുന്ന എത്രയായിരിക്കും? ഈ ഇൻറ്റു ഈ ഓരോ ഏരിയയും ഡി എസ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ഡയറക്ഷൻ ഇതാണ് എന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ട എന്താണ്? ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഇതിൻ്റെ ഈ ഡയറക്ഷനിലുള്ള ഏരിയ എത്രയാണ്? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു ഡി എസിന് പകരം, ഇ ഇൻറ്റു എ എന്ന് പറയുന്നവരുടെ ഇ ഇൻറ്റു ഡി എസിന് പകരം വി വിൽ റൈറ്റ് ഇറ്റ് ആസ് ഇ ഡോട്ട് ഡി എസ് ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഇ ഇൻറ്റു ഡി എസ് കോസ് തീറ്റ എന്ന് വരും. ഇവിടെ ചെയ്ത പോലെ ഇ ഇൻറ്റു എ കോസ് തീറ്റ എന്ന് എടുത്തില്ലേ, അതേപോലെ ഓരോ ചെറിയ എലമെൻറ്റിനും ഇ ഇൻറ്റു ഡി എസ് കോസ് തീറ്റ എന്ന് എടുക്കേണ്ടി വരും. സോ ഈ ഫ്ലക്സ് ഇതിലൂടെ ഒഴുകുന്നത് ഡി ഫൈ ഫ്ലക്സ്. അപ്പോൾ ഡി ഫൈ വിൽ ബി ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ, ചെറിയ ഏരിയയിലൂടെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് വരുന്നതായിരിക്കും, ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ. ഇതെല്ലാം കൂടി, ഇതൊരു സർഫസാണ് കേട്ടോ, ലൈനല്ല. ഇവിടെ ഇങ്ങനെ ഒരു സർഫസാണ്, ഞാനിങ്ങനെ ചെറിയ അതായത് ഈ ഒരു സർഫസിനെ ഇങ്ങനെയാണ് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഈ സർഫസ്. ഇതിനെ ഞാനിങ്ങനെ ചെറിയ ഏരിയകളായിട്ട് ഭാഗിച്ചിട്ട് ഓരോന്നിൻ്റെയും ഈ ഡോട്ട് ഡി എസ് കാണും, ഈ ഡി എസ് കോസ് തീറ്റ കാണും. മനസ്സിലായോ? അപ്പോൾ
What will be the total flux? Total flux will be ഈ ഓരോ ഡി എസ് ഇങ്ങനെ 10,000 ഡി എസിനെ ഞാൻ എടുത്തിട്ട് ചെറിയ ഏരിയ ഈ 10,000 എണ്ണം കൂട്ടിയെടുക്കണം. ദാറ്റ് ഇസ് കോൾഡ് ഇൻ്റഗ്രേഷൻ. ആ ഇൻ്റഗ്രേഷൻ മൊത്തം സർഫസിലെ ഉള്ളത് കൂട്ടിയെടുക്കണം. യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ഫോർ ദ എൻറ്റയർ സർഫസ് എന്ന് നമ്മൾ എഴുതി പിടിപ്പിക്കാനുള്ള മടി കൊണ്ട് നമ്മളൊരു സർഫസ് മുഴുവൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, ആഡ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു സർഫസിലുള്ള എല്ലാ ഡി എസിലൂടെയും കടന്നു പോകുന്ന ഈ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം എന്ന് പറയാൻ വി വിൽ സിംപ്ലി ഡ്രോ എ സിമ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് വി വിൽ പുട്ട് എ സീറോ ലൈക്ക് ദിസ്. ഒരു സർക്കിൾ ഇടും. ദാറ്റ് ഈസ് മീൻസ് എൻറ്റയർ സർഫസ്. ഈ മുഴുവൻ സർഫസും ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. ഫൈ വിൽ ബി ഈക്വൽ ടു ഇ ഡോട്ട് ഡി ഓർ ഇ ഇൻറ്റു ഡി എസ് കോസ് തീറ്റ. ഒരെണ്ണത്തിലൂടെ ഉള്ളതാണ് ഇത്. അങ്ങനെ എല്ലാത്തിലൂടെ ഉള്ളതെന്നൊക്കെ എല്ലാം കൂടി കൂട്ടി എടുക്കണമെന്ന് അർത്ഥം. ഇൻ്റഗ്രൽ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഓർ ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതാണിത് ഇ ഡി എസ് കോസ് തീറ്റ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണിത്. സോ ഫ്ലക്സിന് ഒരു പുതിയ ഡെഫിനേഷൻ കിട്ടി. ദാറ്റ് ഈസ് ആദ്യം നമ്മളെന്ത് പറഞ്ഞു? ഇ ഇൻറ്റു എ ആണെന്ന് പറഞ്ഞു, ഫിഷിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട്. നമ്മൾ പിന്നെ പറഞ്ഞു ഇ ഇൻറ്റു എ കോസ് തീറ്റ ആണെന്ന് പറഞ്ഞു, വേറൊരു എക്സാമ്പിൾ എടുത്തിട്ട്. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ചെറുതായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻ ജനറൽ ദ ഫ്ലക്സ്, ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ, ഇലക്ട്രിക് phi is equal to electric flux phi is equal to surface integral E dot ds. ഇതാണ് ഫോർമുല. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ phi is equal to surface integral E dot ds. This is the basic formula. അപ്പോൾ ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലായി. വാട്ട് അബൌട്ട് ഇറ്റ്സ് യൂണിറ്റ്? ഫൈയുടെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ്. What is the unit of phi? What is phi? Phi is equal to E into A. What is the unit of E? Electric field intensity or electric field. The unit എന്താണ്? Unit of E is Newton Coulomb raised to -1 Newton per Coulomb. It is area unit of unit is meter square. So what will be E into A? Unit will be equal to unit of phi will be equal to Newton Coulomb raised to -1 meter square. This is the unit of phi. Phiയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളംബ് ഓർ n മീറ്റർ സ്ക്വയർ c raised to -1. സോ ദിസ് ഈസ് ദ യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലക്സ് എന്താണെന്ന് മാത്രം ഇപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഗോസ് ലോ എന്ന് പറയുന്ന ഇതിലേക്ക് വരാം. അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും ഉണ്ട്. ഞാൻ വീഡിയോ കഴിയുന്ന ഒരു 30 മിനിറ്റായിട്ട് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിർത്തുന്നത്. അല്ലെങ്കിൽ ഇനി ഗോസ് ലോ ഇറങ്ങി കഴിഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദ വീഡിയോ വിൽ ബി 1 hour. അപ്പോൾ അത്രയും വലിയൊരു വീഡിയോ ഇറക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ നിർത്തുന്നത്. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ we will learn what is Gauss law. It is very, very important. Okay, thank you.